ഇങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ വെയിറ്റ് വാർത്തയാണോ? സന്തോഷം പകരുന്ന വാർത്തയാണ്. ഇന്ന് വൈകിട്ടായാൽ പിന്നെ കുറച്ചുകൂടി സന്തോഷമാവും. ഇനി കാത്തിരിക്കുകയാണ് സന്തോഷമാവോ എന്ന്. അവിടെ സ്പോർട്സ് ഡെസ്കിലെ നമ്മുടെ ന്യൂസ് എഡിറ്റർ VS കൃഷ്ണരാജ് സന്തോഷത്തോടെ എല്ലാ സ്പോർട്സ് വാർത്തകളും നൽകാൻ വേണ്ടി തയ്യാറായിട്ടിരിപ്പുണ്ട്. ന്യൂസ് ഡെസ്കിലുണ്ടോ അദ്ദേഹം? ന്യൂസ് ഡെസ്കിലില്ല, സ്പോർട്സ് ഡെസ്കിലുണ്ട്. പക്ഷെ വീട്ടിലാന്നേ ഉള്ളൂ ആ സ്പോർട്സ് ഡെസ്ക്. സ്വന്തം വീട്ടിലെ സ്പോർട്സ് ഡെസ്കിൽ നിന്നും കൃഷ്ണരാജ് ചേരുന്നുണ്ട്. സന്തോഷ് ട്രോഫിയിൽ 8ാം കിരീടം ലക്ഷ്യമിട്ട കേരളം ഇന്നിറങ്ങും. ഫൈനലിൽ സർവീസസ് ആണ് എതിരാളികൾ. അസമിലെ ദഖുവാഖ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ആ കിരീട പോരാട്ടം. കൃഷ്ണരാജ് ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, 8ാം കിരീടം അത് ലഭിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം കേരളത്തിന്റെ ടീമിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? അതിനു മുൻപ് ഒരു അഭിനന്ദനം അറിയിക്കട്ടെ. അതായത് നമ്മുടെ ജനം TVയിലെ കിടിലം ക്യാച്ചി ഹെഡ്ലൈൻസ് കൊടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഹെഡ്ലൈൻ ഇപ്പോൾ ഏതൊക്കെയോ പത്രങ്ങളൊക്കെ അടിച്ചു മാറ്റി എന്നൊക്കെയാണ് അറിയുന്നത്. കൃഷ്ണരാജ്. അശ്വതി, ആവേശകരമായ ഒരു ഫൈനൽ പോരാട്ടം നമ്മളെ കാത്തിരിക്കുന്നു. കേരളം കിരീടം നേടും എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം ഗ്രൂപ്പ് ഘട്ടത്തിൽ അത്ര മികവൊന്നും കാണിക്കാതെ ഓരോ കളികളിലും മെച്ചപ്പെട്ട് വന്ന ഒരു പ്രകടനമായിരുന്നു. അതിനിടയ്ക്ക് സർവീസസിനോട്, ഇന്ന് ഫൈനൽ കളിക്കുന്ന സർവീസസിനോട് 1 ഗോളിന് തോൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ക്വാർട്ടർ പോരാട്ടം മുതൽ ഇങ്ങോട്ട് ക്വാർട്ടറിൽ അസമിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിക്കുന്നു. സെമിയിൽ പഞ്ചാബിനെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ജയിക്കുന്നു. അങ്ങനെ ആകെ 15 ഗോളുകൾ ഇതുവരെ ടൂർണമെന്റിൽ കേരളം നേടുമ്പോൾ 3 ഗോളുകളാണ് വഴങ്ങിയത് എന്നത് കേരളത്തിന്റെ പ്രതിരോധ നിരയുടെ കരുത്താണ് വ്യക്തമാക്കുന്നത്. ക്യാപ്റ്റൻ സഞ്ജു നയിക്കുന്ന പ്രതിരോധ നിര അത്രമേൽ ശക്തമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ കേരളം ഫൈനലിൽ എത്തുമ്പോൾ സ്വാഭാവികമായി സമ്മർദ്ദത്തിന് അടിപ്പെടുന്നോ എന്നൊരു സംശയം ബാക്കിയുണ്ട്. കഴിഞ്ഞ തവണ ബംഗാളിനോട് ഹൈദരാബാദിൽ വെച്ച് 1 ഗോളിന് ഫൈനലിൽ തോറ്റിരുന്നു. ഇത് കേരളത്തിന്റെ 17ാം ഫൈനലാണ്. 7 തവണ മാത്രമാണ് കിരീടം നേടാനായത്. 9 തവണ പരാജയപ്പെട്ടു. ഇത് 17ാം ഫൈനലായി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു മികച്ച നിരയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കാൻ പോകുന്ന ടീമുകൾ പലപ്പോഴും അൺപ്രൊഫഷണലായി നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. നല്ല ടീം കോമ്പിനേഷൻ, നല്ല സെലക്ഷൻ, വിങ്ങുകളിൽ സ്ട്രൈക്കറായി മധ്യനിരയിൽ ഡിഫൻസിലൊക്കെ കളിക്കുന്ന താരങ്ങളൊക്കെ നല്ല മികവ് പുലർത്തുന്നു. സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നു എന്നത് നമുക്ക് വിജയപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. നല്ല ടീം കോമ്പിനേഷനാണുള്ളത്. കേരളം പഞ്ചാബിനെ, റെയിൽവേസിനെ, ഒഡീഷയെ, മേഘാലയയെ, അസമിനെ മറികടന്നാണ് ഇവിടേക്ക് എത്തിയത്. സർവീസസിനോട് 1 ഗോളിന് തോക്കുകയും ചെയ്തു. നമ്മുടെ സ്ഥിരതയാർന്ന ഒരു പ്രകടനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥിരതയാർന്ന പ്രകടനം, മധ്യനിരയുടെ കളി, അതായത് അർജുൻ, OM ആസിഫ്, MM അർജുൻ, V അർജുൻ, ഈ 3 പേര് ചേർന്ന് നന്നായി മധ്യനിരയെ കളിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളിവനിയുന്നതിൽ പകരക്കാരായി എത്തുന്ന അബൂബക്കറും ദിൽഷാദും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈ മുഹമ്മദ് അജിസൽ എന്ന കളിക്കാരൻ ഇപ്പോൾ 4 ഗോളുകളുമായി ഗോൾ സ്കോറിംഗിൽ ഏറ്റവും മുന്നിലാണ്. മുഹമ്മദ് റിയാസും വിഘ്നേഷും ഇവർ 2 പേരും സെമിയിൽ ഗോൾ അടിച്ചിരുന്നു. ഇവർ വിങ്ങുകളിൽ ശക്തമായി കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടീം എന്ന നിലയ്ക്ക് ശക്തമായ പ്രകടനമാണ് ഇപ്പോൾ കേരളം കാഴ്ചവെക്കുന്നത്. ഒരുപക്ഷെ അതുതന്നെയാകും ഫൈനലിൽ കിരീട പ്രതീക്ഷ നൽകുന്നത്. 8ാമത്തെ കിരീടം നേടുക എന്ന സ്വപ്നത്തിലേക്കാണ് കേരളം ഇന്നിറങ്ങുന്നത്. പരിശീലനത്തിന്റെ കാര്യത്തിലായാൽ ടീമിന്റെ സെലക്ഷന്റെ കാര്യത്തിലൊക്കെയും ഒരു പ്രൊഫഷണലിസം ഇത്തവണ കേരളം കാണിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അശ്വതി മാത്രമല്ല, അനിൽ നമ്പ്യാരും ഉണ്ട്. എല്ലാവരും അശ്വതി എന്ന് ഈ ഒരു ഇതുണ്ടല്ലോ, ഉരുവിടുന്ന പോലെ നമ്മളെ പരിഗണിക്കണം വല്ലപ്പോഴും ഒക്കെ. കൃഷ്ണരാജ് ഒക്കെ എന്തായാലും അദ്ദേഹം എന്തോ പറയുന്നുണ്ട്. പേര് പറയാത്തത് മനഃപൂർവ്വമാണോ? ഡെസ്കിൽ ഞാനില്ല എന്ന് ലോകത്തെ അറിയിച്ച ഒറ്റ കാരണം. അതാണല്ലേ. എന്തായാലും അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് കൃഷ്ണരാജിന്റെ തലക്കെട്ടുകളൊന്നും എടുക്കാൻ പറ്റില്ല. പത്രങ്ങളെല്ലാം ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. സൂര്യ കിരീടം എന്ന് പറഞ്ഞ ഹെഡ്ലൈൻ കണ്ടു അല്ലേ? അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, പരിഭവത്തിലാണ്. സന്തോഷ് ട്രോഫിയിൽ 8ാം തവണയും മുത്തമിടാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് കേരളത്തിന്. ഇപ്പോ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നത് നടക്കട്ടെ. ഞായറാഴ്ചയാണ്, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കളി കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ദിവസം.